സീകാറ്റിൻ്റെ ഈ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും ഹൃദയപൂർവ്വമായ സ്വാഗതം. കത്തോലിക്ക സഭയുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനശിലയായ സാർവത്രിക മതബോധന ഗ്രന്ഥം വളരെ ആഴത്തിൽ ചർച്ച ചെയ്യുന്നതിനും പഠിക്കുന്നതിനും സംശയങ്ങൾ നിവാരണം ചെയ്യുന്നതിനുമുള്ള ഷാലോൻ ടിവിയുടെ ഒരു പഠന ശിബിരമാണ് സീകാറ്റ്. സീകാറ്റിൻ്റെ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്തിരുന്ന വിഷയം തീർച്ചയായും നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും എന്ന് വിചാരിക്കുകയാണ്. ഇന്ന് വിഷയം കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടി നമ്മോടൊപ്പമായിരിക്കുന്നത് CBCI ദേവശാസ്ത്ര കമ്മീഷൻ സെക്രട്ടറിയും തലശ്ശേരി ആൽഫ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടറുമായ റെവറൻഡ് ഡോക്ടർ ജോസഫ് പാംബ്ലാനി അച്ഛനാണ്. അച്ഛനെ സ്നേഹപൂർവ്വം ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ചർച്ചയിൽ പങ്കെടുക്കാൻ വേണ്ടി എത്തിച്ചേർന്നിരിക്കുന്നത് കാസർഗോഡ് ജില്ലയിലെ മാലോം സൺഡേ സ്കൂളിലെയും പറമ്പ സൺഡേ സ്കൂളിലെയും മതാധ്യാപകരാണ്. നിങ്ങളെയും വളരെ സ്നേഹപൂർവ്വം ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ചർച്ച ചെയ്തിരുന്ന കഴിഞ്ഞ എപ്പിസോഡിലെ വിഷയത്തിൻ്റെ തുടർച്ചയാണ് ഇന്ന് നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത്. വിഷയം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നതിനും ചർച്ചകളെ മുമ്പോട്ട് കൊണ്ടുപോകുന്നതിനുമായി ബഹുമാനപ്പെട്ട പാംബ്ലാനി അച്ഛനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകൾ ചർച്ച ചെയ്ത് വന്നുകൊണ്ടിരുന്ന വിഷയത്തിൻ്റെ തുടർച്ചയാണ് ഇന്ന് അച്ഛൻ നമ്മളോട് സംസാരിച്ചത്. അതുമായി ബന്ധപ്പെട്ട് ഈശോയുടെ കുരിശാരോഹണം, കുരിശിന് ശേഷം ഈശോയുടെ ആ സഹനങ്ങളുടെ മേഖലകൾ തുടങ്ങിയവയെക്കുറിച്ചുള്ള സംശയങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടായിരിക്കും. ഇന്ന് അതുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ നിങ്ങൾ ചോദിക്കാവുന്നതാണ്. ആരാണ് ആദ്യത്തെ ചോദ്യം ചോദിക്കുന്നത്? ജോസാറ് ചോദിക്കൂ. മാലോ സൺഡേ സ്കൂളിലെ അധ്യാപകനാണ്. സാറ് തന്നെ ചോദിച്ചു തുടങ്ങും. ഞാൻ കഴിഞ്ഞ ഒരു എപ്പിസോഡിൽ നമ്മൾ അവസാനിപ്പിച്ച അവിടെ നിന്ന് തന്നെയാണ് ആരംഭിക്കുന്നത്. അവിടെ നമ്മളൊരു സംശയം ഇങ്ങനെ പറയുകയുണ്ടായി, യേശുവിൻ്റെ പീഡാസഹനവുമായിട്ട് ബന്ധപ്പെട്ട്. അവിടെ യഹൂദരോടും സകലരോടും യേശു ക്ഷമിച്ചു എന്നാണ് നമ്മൾ അവിടെ മനസ്സിലാക്കുന്നത്. പക്ഷേ ഇവിടെ നമ്മൾ പീലാത്തോസിൻ്റെ മുൻപിൽ യേശുവിൻ്റെ വിചാരണ വേളയിൽ ഈ നീതിമാൻ്റെ രക്തത്തിൽ എനിക്ക് പങ്കില്ല എന്ന് പീലാത്തോസ് പറഞ്ഞ് കൈ കഴുകുമ്പോൾ ജനക്കൂട്ടം വിളിച്ചു പറയുന്നുണ്ട്, അവൻ്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ സന്തതികളുടെ മേലും ആയിക്കൊള്ളട്ടെ എന്ന് പറയുന്നുണ്ട്. അത് AD 70 റോമ ആക്രമണത്തിൽ സംഭവിക്കുകയും ചെയ്തു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇതിൻ്റെ ഫലം ആ ജനം അനുഭവിക്കേണ്ടി വന്നില്ലേ എന്ന് തന്നെയാണ് എൻ്റെ ഒരു സംശയം. അതിനോട് ചേർന്നൊരു ചോദ്യമുണ്ട് അച്ഛാ. യേശുവിൻ്റെ മരണത്തിന് എല്ലാ യഹൂദരും ഉത്തരവാദികളായിരുന്നോ? രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ തലമുറകളും വീഴട്ടെ എന്ന് പറയുമ്പോൾ ജനിക്കാനിരിക്കുന്ന യഹൂദന്മാരെയും കൂടി യേശുവിൻ്റെ മരണത്തിന് ഉത്തരവാദികളായിരുന്നു. യെസ്, നമ്മൾ ഇതിനെ വിലയിരുത്തുമ്പോൾ എപ്പോഴും പഠിക്കേണ്ടത്, ഒരു തെറ്റ് ചെയ്താൽ, ഒരു തെറ്റ് സംഭവിച്ചാൽ ആ തെറ്റിന് ഉൾപ്പെട്ട മനുഷ്യരെ അതിൻ്റെ ഉത്തരവാദികളാവുള്ളൂ. മനുഷ്യൻ്റെ ഒരു പൊതു സ്വഭാവമാണ്, ഏതെങ്കിലും ഒരു സ്ത്രീ തെറ്റ് ചെയ്താൽ പെണ്ണുങ്ങളെല്ലാം പിഴയാണ് എന്നൊരു കമൻ്റ് ഒരു സ്വീപ്പിംഗ് കമൻറ്റ് അങ്ങോട്ട് പറയുക. ആ പ്രസ്താവനയിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ? 99% സ്ത്രീകളും മാന്യരായി അമ്മമാരുടെ വലിയ പരിത്യാഗ ജീവിതം നയിക്കുമ്പോൾ ഏതെങ്കിലും ഒരു അമ്മ എവിടെയെങ്കിലും ഒന്ന് മര്യാദയോട് കാണിച്ചാൽ മുഴുവൻ സ്ത്രീകളെയും കുറ്റം പറയുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ? ഇല്ല. അതുപോലെ തന്നെ ഏതെങ്കിലും ചെറുപ്പക്കാർ സ്ത്രീകളോട് അപമര്യാദയായി പെരുമാറുമ്പോൾ ഉടനെ ഈ തലമുറയിലെ ആണുങ്ങളെല്ലാം പിഴയാണ്, ഒരെണ്ണത്തിന് മര്യാദയില്ല എന്നൊക്കെ നമ്മൾ പ്രസ്താവനകൾ കേൾക്കാറുണ്ട്. അത് മനുഷ്യൻ്റെ വിവരദോഷമാണ് അങ്ങനെയൊക്കെ പറയും. ആത്യന്തികമായി തെറ്റ് ചെയ്തവർ അതിൻ്റെ ഉത്തരവാദികൾ. അപ്രകാരം ചിന്തിക്കാനുള്ളൊരു മനസ്സ് വേണം. ആ ഒരു മനസ്സാണ് ധാർമ്മികതയ്ക്ക് ആവശ്യമുള്ളൂ. ഇവിടെയും അവൻ്റെ രക്തം ഞങ്ങളുടെയും ഞങ്ങളുടെ സന്തതികളുടെ മേലും വീണോട്ടെ എന്ന് പറയുന്നത് ആരാണ്? ആ പറഞ്ഞവന് പറയാവുന്നൊരു വിഷയം മാത്രം. അതായത് അത് യഹൂദ മതത്തിന് മുഴുവനും വേണ്ടി സംസാരിക്കാൻ ആർക്കും അവകാശമില്ല. യഹൂദ വരും തലമുറകൾക്ക് മുഴുവനും വേണ്ടി സംസാരിക്കാൻ നമ്മളാരാ? നമ്മളെ കൊണ്ട് വല്ലതും പറ്റുമോ? ഇല്ല. നമുക്ക് നമ്മുടെ കാര്യം പറയാം, ഇല്ലേ? അത്രേ ഉള്ളൂ. അതിനപ്പുറത്തേക്ക് ഈ സന്തതികളുടെ മേൽ വീണോട്ടെ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഒരു സംഘർഷഭരിതമായൊരു സാഹചര്യത്തിൽ വ്യക്തികൾ പറയുന്ന ചില നിലപാടുകളായിട്ട്. ഇനി അതുമല്ല എങ്കിൽ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്, സാറ് സൂചിപ്പിച്ചതുപോലെ AD 70 ജെറുസലേമിൻ്റെ നാശം സംഭവിച്ചു കഴിഞ്ഞാണ് മത്തായി സുവിശേഷകൻ സുവിശേഷം എഴുതുന്നത്, അല്ലേ?
മത്തായും ലൂക്കായും യോഹന്നാനും ഒക്കെ സുവിശേഷം എഴുതിയപ്പോഴത്തേക്കും ജെറുസലേമിൻ്റെ പതനം കഴിഞ്ഞു. അപ്പോൾ അവർക്കത് കൂട്ടി വായിച്ചുകൊണ്ട് അവർക്ക് എഴുതാം. എന്താണ്? യേശുവിനെ ഒറ്റിക്കൊടുത്തതിൻ്റെ ശിക്ഷയായിട്ട്, അല്ലെ യേശുവിനെ കുരിശിലേൽപ്പിച്ചു കൊടുത്തതിൻ്റെ ശിക്ഷയായിട്ട് ഇതാ യഹൂദ മതത്തിന് തകർച്ചയുണ്ടായി എന്നുള്ള സുവിശേഷകന്മാരുടെ വിലയിരുത്തലായും നമുക്ക് ആ വചനഭാഗങ്ങളെ മനസ്സിലാക്കാം. ഇനി ആരാണ് അടുത്ത ചോദ്യം ചോദിക്കുന്നത്? ഒരു സംശയം കൂടി അതുകൊണ്ട് എനിക്കുണ്ടച്ചു. അതിതാണ്, ഓക്കെ. ജെറുസലേം ദേവാലയത്തിൽ നോക്കിയിട്ട് യേശു പറയുന്നുണ്ട് ഈ ആലയം കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ തകർക്കപ്പെടുമെന്ന്. അത് ഇപ്പോഴും ഒരു യാഥാർത്ഥ്യമായിട്ട് നിൽക്കുകയല്ലേ? പിന്നീട് ആ ദേവാലയം പണിയപ്പെട്ടിട്ടില്ലല്ലോ. പിന്നീട് ആ ദേവാലയം പണിയപ്പെട്ടിട്ടില്ല എന്നുള്ളത് ചരിത്രപരമായ സത്യമാണ്. അതിൻ്റെ കാരണം വാസ്തവത്തിൽ ദൈവശാസ്ത്രപരമായി ചിന്തിക്കുമ്പോൾ സുവിശേഷത്തിൻ്റെ ദൈവശാസ്ത്രം, യഹൂദ ദൈവശാസ്ത്രമല്ല, ഈ പുതിയ നിയമ ദൈവശാസ്ത്രം അനുസരിച്ച് ചിന്തിക്കുമ്പോൾ ഇനിമേൽ പഴയതുപോലൊരു ദേവാലയം അപ്രസക്തമാണ്. കാരണം എന്താ? ദൈവം മനുഷ്യനോടൊത്ത് വസിക്കാൻ അവിടെ ഒരു ദേവാലയം ആവശ്യമായിരുന്നു. എന്നാൽ ദൈവം തന്നെ മനുഷ്യനായി വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ ആ ദേവാലയം അപ്രസക്തമാണ്. അതുകൊണ്ടാണ് ഇത്രമേൽ ശക്തരും സമർത്ഥരുമായ യഹൂദർക്ക് കാലങ്ങൾ, സഹസ്രാബ്ദങ്ങൾ കഴിഞ്ഞിട്ടും ഇനിയും ദേവാലയം പണിയാൻ കഴിയാതെ പോയത് എന്ന് വാദിക്കുന്നവരുണ്ട്. ചരിത്രപരമായ അതൊരു വസ്തുതയാണ്. പക്ഷേ അവർക്കിനി ഒരിക്കലും ദേവാലയം പണിയാൻ പാടില്ല എന്നോ യഹൂദര് ഇങ്ങനെ ദേവാലയമില്ലാത്ത ജനതയായി കഴിയണമെന്നോ നാം ചിന്തിക്കാനും പാടില്ല, അങ്ങനെ ആഗ്രഹിക്കാനും പാടില്ല. സഭയ്ക്ക് അങ്ങനെ ഒരു നിലപാടുമില്ല. യഹൂദ ജനത അവരുടെ വിശ്വാസമനുസരിച്ച് ദൈവത്തെ ആരാധിക്കാൻ അവർക്ക് ജെറുസലേമിൽ ഒരു ദേവാലയം ഉണ്ടാകുന്നത് നല്ലതാണ്, അവരുടെ മതാത്മകതയ്ക്ക് അത് ആവശ്യമാണ് എന്ന് തന്നെയാണ് നാം ഈ കാലഘട്ടത്തിൽ ചിന്തിക്കേണ്ടത്. ഇനി ആരാണ് ചോദ്യം ചോദിക്കുന്നത്? പറമ്പ സൺഡേ സ്കൂളിലെ അധ്യാപകനാണ് ജോമിൻ സാറാണ്. ജോമിൻ സാർ ചോദിക്കും. സാറേ, അച്ഛാ, എനിക്കൊരു സംശയമാണുള്ളത്. ചില ഈശോ കുർബാന സ്ഥാപിച്ച സമയത്ത് അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന രക്തം എന്ന് പറയുന്നുണ്ട്. ഇതിൽ അനേകർ എന്ന് പറയുന്നത് പിന്നെ ഈശോയ്ക്ക് ലോക ജനതയ്ക്ക് വേണ്ടി ചിന്തപ്പെടുന്ന രക്തം എന്ന് പറഞ്ഞൂടെ? എല്ലാവർക്കും വേണ്ടി എല്ലാവർക്കും വേണ്ടി എന്ന് പറഞ്ഞൂടെ? അതിന് പകരമായിട്ട് അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പറയുന്ന ഈശോ അതിൽ നിന്ന് വേറെ എന്തെങ്കിലും അർത്ഥമാക്കുന്നുണ്ടോ, എന്തെങ്കിലും ഉദ്ദേശിച്ചിട്ടുണ്ടോ എന്നാണ് എൻ്റെ സംശയം. യെസ്, അത് ദൈവശാസ്ത്രജ്ഞന്മാരെ വളരെ കുഴക്കിയിട്ടുള്ള ഒരു പ്രശ്നമാണ്. ചില അച്ഛന്മാർ കുർബാനയ്ക്കിടയിൽ തന്നെ അതങ്ങ് മാറ്റാറുണ്ട്, അല്ലേ? അതായത് ഇത് സകലർക്കും വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എൻ്റെ രക്തം എന്ന് പറഞ്ഞ് പ്രശ്നം തീർക്കാറുണ്ട്. നമുക്കെല്ലാം അങ്ങനെ തോന്നും, ഇത് പെട്ടെന്ന് സകലർക്കും വേണ്ടി എന്നങ്ങ് പറഞ്ഞാൽ പോരെ, എന്തിനാണ് അനേകർ? അതായത് അവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഗ്രീക്ക് പദം പൊള്ളോയി എന്ന് പറഞ്ഞാൽ അനേകർ എന്നാണ് അതിൻ്റെ അർത്ഥം. അനേകർ എന്ന് തന്നെയാണ്. ആ അനേകർക്കകത്ത് ആരെയെങ്കിലും ഉപേക്ഷിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഗ്രീക്ക് ഗ്രാമർ ശരിയാം വിധം പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകും, ഗ്രീക്കിലെ ചില പദങ്ങൾക്ക് അങ്ങനെ ഒരു ഗുണമുണ്ട്. അതായത് അത് ചിലതിനെ ഒഴിവാക്കി എന്ന് തോന്നും, എന്നാൽ ആരെയും നിയതമായി ഒഴിവാക്കുന്നുമില്ല. അങ്ങനെയുള്ള പദങ്ങളെ ഇൻക്ലൂസീവ് പദങ്ങൾ എന്ന് ഗ്രീക്ക് ഭാഷ വിളിക്കാറുമുണ്ട്. ഈ പൊള്ളോയി എന്ന് പറയുന്നത് അപ്രകാരമുള്ള ഒരു പദമാണ്. എന്ന് പറഞ്ഞാൽ ഈ അനേകർ എന്ന് പറയുമ്പോൾ അതിനകത്ത് നിന്ന് ആരെയെങ്കിലും പ്രത്യേകിച്ച് ഒഴിവാക്കിയോ എന്ന് ചോദിച്ചാൽ ഒഴിവാക്കിയിട്ടില്ല. എന്നാൽ എല്ലാവരും ഉണ്ടെന്നങ്ങ് ഉറപ്പിച്ച് പറയുന്നുമില്ല. അതിനൊരർത്ഥമുണ്ട്. ഏതാണ്? എല്ലാവരും ഉണ്ട് എന്ന് പറയുമ്പോൾ ഈശോയുടെ തിരുരക്തത്തിൻ്റെ വരപ്രസാദം എല്ലാവർക്കുമായി ദൈവം നൽകിയതാണ്. അതൊരു വശം. പക്ഷേ ആ വരപ്രസാദത്തെ സ്വീകരിക്കണമോ വേണ്ടയോ എന്ന് ആർക്ക് തീരുമാനിക്കാം? നമുക്ക് തന്നെ മനുഷ്യന് തീരുമാനിക്കാം, അല്ലേ? അതുകൊണ്ടാണ് അപ്രകാരം ഒരു നിയന്ത്രണം ആ പദത്തിൽ വന്നത് എന്ന് ദൈവശാസ്ത്രജ്ഞന്മാർ വിശദീകരിക്കാറുണ്ട്. അതായത് ഈശോയുടെ കുരിശുമരണത്തിൻ്റെ രക്ഷ എല്ലാവർക്കും വേണ്ടി ആയിരിക്കുമ്പോൾ തന്നെ ആ രക്ഷയെ സ്വീകരിക്കുന്നവർക്കാണ് അത് അനുഭവിക്കാൻ കഴിയുന്നത് എന്ന സത്യം വെളിപ്പെടുത്താൻ വേണ്ടിയാണ് ഇവിടെ അനേകർ എന്ന പദം ഉപയോഗിച്ചത്.
അതിലാരെയും ഒഴിവാക്കിയിട്ടില്ല എന്ന സത്യമാണ് നാം മനസ്സിലാക്കേണ്ടത്. ഇനി ആരാണ് ചോദിക്കുന്നത്? പറമ്പ സൺഡേ സ്കൂളിൽ തന്നെ സിനി ടീച്ചറാണ് ചോദിക്കുന്നത്. സിനി ടീച്ചർക്ക് ചോദിക്കാം. അച്ഛാ, യേശു കുരിശിൽ മരിച്ചുകൊണ്ട് പിശാചിനെ പരാജയപ്പെടുത്തി എന്ന് പറയുന്നു. ശരിക്കും പിശാചിൻ്റെ ഉദ്ദേശം യേശുവിനെ തകർക്കുന്നതായിരുന്നല്ലോ. അങ്ങനെ ആകുമ്പോൾ യേശു കുരിശിൽ മരിച്ചപ്പോൾ പിശാചിനെ പരാജയപ്പെടുത്തി എന്ന് പറയുന്നത് എന്തുകൊണ്ടാ? ടീച്ചർ ചോദിച്ചതും പലരും ചോദിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളൊരു ചോദ്യം തന്നെ. നമ്മൾ എപ്പോഴും പറയും ഈശോ കുരിശെ പിശാചിനെ തോപ്പിച്ചു. വാസ്തവത്തിൽ തോറ്റത് ആരാ? നിലവിളിച്ച് എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ എന്നും പറഞ്ഞ് കരഞ്ഞ് മരിച്ചതാരാ? ഈശോയാണ്. എന്നിട്ട് നമ്മൾ ചുമ്മാ പറയുന്നല്ലേ. പല കൊച്ചുങ്ങളും എന്നോട് ചോദിച്ചിട്ടുണ്ട്. യൂത്ത് ക്ലാസ്സിലൊക്കെ ചോദിക്കാറുള്ളൊരു ചോദ്യം തന്നെയാണ് ടീച്ചർ ചോദിച്ചത്. അതായത് പിശാചിനെ തോപ്പിച്ച് നിങ്ങൾ ഈ അച്ഛന്മാർ നാഴികയ്ക്ക് 40 വട്ടം വിളിച്ച് പറയും. ആരാച്ചോ തോറ്റത്? ഈശോ അല്ലേ തോറ്റത്? കുരിശേ കിടന്ന് നിലവിളിച്ച് കരഞ്ഞ് അയ്യോ വാവേ എന്നൊക്കെ വിളിച്ച് മരിച്ചില്ല. ഈശോ പിശാചിനെ തോൽപ്പിച്ചോ? ഇതൊരു ചോദ്യമാണ്. എങ്ങനെയാണ് ഈശോ പിശാചിനെ തോൽപ്പിച്ചത് എന്ന് ചോദിച്ചാൽ പിശാചിൻ്റെ തന്ത്രം വ്യത്യസ്തമാണ്. പിശാച് വിചാരിച്ചു കുരിശേ കിടക്കുന്ന ഈശോയെ ഇങ്ങനെ പീഡിപ്പിച്ച് വേദനിപ്പിച്ച് ആണിയടിച്ച് അസ്ഥി അടിച്ചൊടിച്ച് ഇങ്ങനെ തകർത്ത് തരിപ്പണമാക്കി ചമ്മട്ടിക്ക് അടിച്ച് ഇങ്ങനെ പീഡിപ്പിച്ച് കഴിയുമ്പോൾ കുറേ കഴിയുമ്പോൾ സൈ കെട്ടിട്ട് ഈശോ നമ്മുടെ സിനിമാ നായകന്മാരുടെ രൂപത്തിൽ ഇങ്ങ് ഇറങ്ങി വരും. കുരിശും ചവിട്ടി പിടിച്ച് നിനക്കൊക്കെ അറിയണോടാ ഞാൻ ആരാണ് എന്ന് ചോദിച്ച് കുരിശ് വെച്ച് വീശി കയ്യാപ്പാസും പീലാത്തോസും ഒക്കെ ഓടുന്ന വഴി കാണിയല്ല, പടയാളികൾ കാറി നിലവിളിച്ചുകൊണ്ട് ഓടും. അങ്ങനെ ഒരു പരിണതിയാണ് പിശാച് പ്രതീക്ഷിച്ചത്. കാരണം ഒരു മനുഷ്യനും സഹിക്കാൻ മേലാത്തത്ര വേദനയാണ് ഈശോയ്ക്ക് പിശാച് ശത്രുക്കളിലൂടെ നൽകിയത് അല്ലേ? അതുകൊണ്ട് കുറെ കഴിയുമ്പോൾ ഈശോ ഏതാണേലും പ്രതികരിക്കും എന്ന് ഇവർ ന്യായമായും വിചാരിച്ചു. പക്ഷേ പിശാചിനെ ഞെട്ടിച്ചുകൊണ്ട് ഈശോ അവസാനത്തുള്ളി രക്തം പോലും ചിന്തിക്കൊണ്ട് മനുഷ്യകുലത്തിൻ്റെ രക്ഷ സാധിച്ചു. അവൻ മരിച്ചുകൊണ്ട്, അവൻ ഇല്ലാതായിക്കൊണ്ട്, ശൂന്യവൽക്കരണം പൂർത്തീകരിച്ചുകൊണ്ട് അവൻ മരിച്ചു. മരിച്ചപ്പോൾ പിശാച് ഞെട്ടിപ്പോയി. ഈശോ വിജയിച്ചത് അവിടെയാണ്. നമ്മൾ വിജയം എന്ന് പറയുമ്പോൾ അടിച്ച് മറ്റവനെ തറയിലിട്ടാലാണ് നമുക്ക് വിജയം. അല്ല, സുവിശേഷത്തിൽ വിജയം എന്ന് പറയുന്നത് ഒരു വ്യക്തി തന്നെ സമ്പൂർണമായി വിജയിക്കുമ്പോൾ പിശാച് പരാജയപ്പെടുകയാണ്. നമ്മൾ നോക്കിയോ നമ്മുടെ ജീവിതത്തിൽ ഇത് തന്നെയല്ലേ സംഭവിക്കുക. നമുക്കൊരു പ്രലോഭനം ഉണ്ടായി, ആ പ്രലോഭനത്തിനനുസരിച്ച് നമ്മൾ ജീവിച്ചു തുടങ്ങുമ്പോൾ എന്ത് സംഭവിക്കും? പിശാച് വിജയിച്ചു അല്ലേ? അതേസമയം ആ പ്രലോഭനത്തെ നമ്മൾ നേരിട്ട് നാം നമ്മെ തന്നെ വിജയിച്ചു കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? പിശാച് തോറ്റുപോയി. അതാണ് ഈശോയുടെ ജീവിതത്തിലും സംഭവിക്കുന്നത്. ഇനി ആരാണ് ചോദിക്കുന്നത്? ആശ ടീച്ചറാണ് ചോദിക്കുന്നത്. മാലം സൺഡേ സ്കൂളിലെ ടീച്ചറാണ്. ടീച്ചർ ചോദിക്കും. 2000 വർഷങ്ങൾക്ക് മുമ്പ് ഈശോ കുരിശിൽ മരിച്ചതിൻ്റെ രക്ഷ ഇന്ന് നമ്മൾക്ക് കിട്ടുമോ? അതിന് സാധ്യതയുണ്ടോ? അത്ര സ്ട്രോങ് ആണോ എന്നാണ് ടീച്ചർ ചോദിക്കുന്നത്. ആ മരണം അത്ര സ്ട്രോങ് ആണ്, ഇവിടെ വരെ എത്തുമെന്നാണ് ടീച്ചറുടെ ചോദ്യം. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഈശോയുടെ കുരിശുമരണത്തിൻ്റെ ഫലം എങ്ങനെയാണ് ഈ കാലഘട്ടത്തിലെ മനുഷ്യർക്ക് സംലഭ്യമാകുന്നത്? ഇതാണ് ചോദ്യം. കാരണം അതറിയണമെങ്കിൽ മനുഷ്യകുലത്തിന് എവിടെയാ തെറ്റിയത് എന്ന് നമ്മളറിയും. എവിടെയാ തെറ്റിയത്? ഏതേൻ തോട്ടത്തിലാണ് തെറ്റി. ആദിമാതാപിതാക്കൾ പാപം ചെയ്തപ്പോൾ ആ പാപത്തിൻ്റെ പരിണിത ഫലം മനുഷ്യ പ്രകൃതിക്കാണ് സംഭവിച്ചത് ഇല്ലേ? അതാണ് പൗലോസ് അപ്പോസ്തലൻ റോമാലേഖനത്തിൻ്റെ 5-ാം അധ്യായത്തിൽ പറഞ്ഞു വയ്ക്കുക, ഒരു മനുഷ്യൻ്റെ പാപം മൂലം എല്ലാ മനുഷ്യരും പാപികളായി തീർന്നു, എന്നാൽ മറ്റൊരു മനുഷ്യൻ്റെ അനുസരണം എല്ലാ മനുഷ്യർക്കും രക്ഷയ്ക്ക് കാരണമായി തീർന്നു ഇല്ലേ? അതായത് നമ്മൾ മനസ്സിലാക്കുക, ആദാമിൻ്റെ പാപത്തിലൂടെ കളങ്കിതമായത് മനുഷ്യ പ്രകൃതിയാണ്. ആ മനുഷ്യ പ്രകൃതിയെയാണ് ഈശോ വിശുദ്ധീകരിക്കുന്നത്. അപ്പോൾ
വിശുദ്ധീകരിക്കപ്പെട്ട മനുഷ്യപ്രകൃതിയിൽ ആരെല്ലാം പങ്കാളികളാകുന്നു അവരെല്ലാവരും വിശുദ്ധീകൃതരാകുന്നു എന്നതാണ് സത്യം. അതുകൊണ്ട് 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് നടന്നതായതുകൊണ്ട് കുഴപ്പമില്ല. ഇനിയൊരു 10,000 കൊല്ലം കഴിഞ്ഞാലും ഇതേ രക്ഷ അനുഭവിക്കാം. അതുപോലെ തന്നെ കുരിശുമരണത്തിന് മുമ്പ് ജനിച്ചവർക്കും ഈ രക്ഷയിൽ പങ്കാളിത്തം. കാരണം അത് സ്ഥലകാലങ്ങൾക്ക് അതീതമായി വിശുദ്ധീകരണം സംഭവിക്കുന്നത് മനുഷ്യ പ്രകൃതിയിലാണ്, മനുഷ്യ സ്വഭാവത്തിലാണ്. മനുഷ്യൻ്റെ പ്രകൃതി എന്ന് പറയുമ്പോൾ എന്താണ്? ദ ഹ്യൂമൻ നേച്ചർ. അവിടെയാണ് വിശുദ്ധീകരണം സംഭവിച്ചിരിക്കുന്നത്, അല്ലേ? ആ വിശുദ്ധീകരണം സംഭവിച്ചാൽ അതെല്ലാ കാലത്തേക്കുമുള്ള വിശുദ്ധീകരണം. ആരാണ് അടുത്ത ചോദ്യം ചോദിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ ആദം മുതൽ ഈ രക്ഷ സാധ്യമാകുകയാണ്. യെസ്, തീർച്ചയായും. ഈശോയുടെ കുരിശുമരണത്തിന് ശേഷം വിശുദ്ധ അഗസ്തീനോസിൻ്റെ പ്രസിദ്ധമായ ഒരു പദമുണ്ട്, എക്ലേസിയ ആബേൽ എന്നാണ്. അതായത് ആദ്യം മരിച്ച മനുഷ്യനാരാണ്? ആദമല്ലേ? ആബേലാണ്, അല്ലേ? ആദ്യം മരിച്ച ആബേലിൻ്റെ കാലം മുതൽ രക്ഷണീയമായ സഭയുണ്ടായിരുന്നു. ഈശോയുടെ കുരിശുമരണത്തിലൂടെ വീണ്ടെടുക്കപ്പെട്ട മനുഷ്യകുലത്തിൻ്റെ സ്ഥാപനമായ തിരുസഭ ആരംഭിച്ചത് ആബേലിൽ നിന്നാണ് എന്ന് വിശുദ്ധ അഗസ്തീനോസ് പറയുന്നതിൻ്റെ അർത്ഥം അതാണ്. കുരിശുമരണത്തിൻ്റെ വരപ്രസാദം സ്ഥലത്തോ കാലത്തോ പരിമിതപ്പെട്ടതല്ല എന്നുള്ള സത്യം. അടുത്ത ചോദ്യം ആരാണ്? ജോർജ് സാറാണ്. ജോർജ് സാർ ചോദിക്കോ? എൻ്റെ സംശയം, ഈശോയുടെ പീഡാസഹനവുമായിട്ട് ബന്ധപ്പെട്ട ചില ചിത്രങ്ങളും അതുപോലെ സിനിമകളിലൊക്കെ ഈശോയെ ചിത്രീകരിച്ചിരുന്നത് ഭീഭത്സമായ രീതിയിൽ മർദ്ദിച്ച് അവശനാക്കി, അതുപോലെ ചമ്മട്ടിയടിയേറ്റ് ഇറച്ചിയെല്ലാം പറഞ്ഞ ഒരു ഈശോയാണ്. ഒരുപക്ഷേ കുരിശ് വഹിച്ചുകൊണ്ട് ഈശോയ്ക്ക് മുന്നോട്ടുള്ള യാത്ര അസാധ്യമാകാത്ത രീതിയിലാണ് ചിത്രീകരിക്കപ്പെടുന്നത്. അങ്ങനെ യഥാർത്ഥത്തിൽ ഒരു വലിയ പീഡാസഹനം ഈശോയ്ക്ക് കുരിശുമരണത്തിന് മുമ്പ് കൊടുത്തിട്ടുണ്ട്, കുരിശ് തറയ്ക്കപ്പെടുന്നതിന് മുമ്പ്. കുരിശിൽ തറയ്ക്കപ്പെടുന്ന വ്യക്തികളെ പീഡിപ്പിക്കുമായിരുന്നോ എന്നാണ് സാറിൻ്റെ ഒരു ചോദ്യം. ഭീഭത്സമായ രീതിയിൽ ഈശോയെ ചിത്രീകരിച്ചോ ഇല്ലയോ അത് ഓരോ കലാകാരന്മാരുടെ ഭാവന, അതിനെക്കുറിച്ച് ഞാൻ കമൻ്റ് ചെയ്യുന്നില്ല. പ്രത്യേകിച്ച് പാഷൻ ഓഫ് ക്രൈസ്റ്റ് ഒക്കെ കണ്ടു കഴിയുമ്പോൾ നമുക്ക് ഈശോ മിശിഹായുടെ മുഖം പോലും കാണാത്ത വിധത്തിൽ ചോരയെ കുളിച്ച് ഇച്ചിരൂടെയൊക്കെ മെനയുള്ളൊരു ഈശോയെ കാണാനാണ് നമുക്കിഷ്ടം, ഇല്ലേ? പീഡയുണ്ടേ പോലും. പക്ഷെ യഥാർത്ഥത്തിൽ പാഷൻ ഓഫ് ക്രൈസ്റ്റ് തെറ്റാണ് എന്ന് പറയാൻ പറ്റിയത്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കുരിശെ തറയ്ക്കാൻ വേണ്ടി ഏൽപ്പിക്കുന്നത് ശതാധിപൻ്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘത്തെയാണ്. ഈ കുരിശയിൽ ഏതൊക്കെയാണെങ്കിലും അവനെ കൊല്ലണം. ഈ കുരിശെ തറച്ചിട്ട് ഇങ്ങനെ കിടക്കണം. ചിലർ നല്ല ആരോഗ്യമുള്ളവരൊക്കെ 1-2 ദിവസം ഇങ്ങനെ തൂങ്ങിക്കിടക്കും. ഈ രാണിയിൽ ഇങ്ങനെ തൂങ്ങിക്കിടക്കുമല്ലേ, അങ്ങനെ തൂങ്ങിക്കിടക്കും. അപ്പോൾ ഈ പടയാളികൾ ഇത് നോക്കിയിരിക്കണം. ഇവൻ മരിച്ചു കഴിഞ്ഞ് ഇവൻ്റെ ശരീരം എടുത്ത് കുഴിച്ചിട്ട് കഴിഞ്ഞാലേ പടയാളിയുടെ പണി തീരുള്ളൂ. തങ്ങളുടെ ജോലി എളുപ്പമാക്കാൻ വേണ്ടി പടയാളികൾ കുരിശെ തറയ്ക്കാൻ കൊണ്ടുപോകുന്നവരെ പരമാവധി പീഡിപ്പിക്കുക, ഉപദ്രവിക്കുക, അടിച്ച് തകർക്കുക, ഇതൊക്കെ പടയാളികളുടെ ഒരു ഹോബിയായിരുന്നു. ജീവനോടെ കുരിശെ തറയ്ക്കാൻ പ്രത്യേകിച്ച് കൽപ്പന ഇല്ല എങ്കിൽ എന്ത് സംഭവിക്കും? ഈ വ്യക്തിയെ അവിടെ എത്തുന്നതിന് മുമ്പേ മൃതശരീരമാക്കി കളയും. അതിന് മുമ്പേ ആൾ മരിച്ചെങ്കിൽ ഇവരെന്ത് ചെയ്യും? ആ കുരിശും വലിച്ചുകൊണ്ട് പോയി അവിടെ കൊണ്ട് തറച്ച് ഈ ശവം തന്നെ അതേ തൂക്കിയിട്ട്, അങ്ങനെ തൂക്കി 24 മണിക്കൂർ കിടക്കും. പക്ഷികളെല്ലാം വന്ന് കൊത്തി തിന്നുന്ന വിധത്തിൽ വികൃതമാക്കും. ഇത് ആ കാലഘട്ടത്തിൻ്റെ കുരിശ് വധ രീതിയുമായി ബന്ധപ്പെട്ടതാണ്. മറ്റൊന്ന് ഈ ചമ്മട്ടിക്ക് അടിക്കുക എന്ന്. ചമ്മട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുതിരവാലാണ്. കുതിരവാല് ഒരു ഇരുമ്പ് ദണ്ഡയിൽ ഘടിപ്പിച്ചാണ്. കുതിരവാലിൻ്റെ രോമങ്ങൾ അത് വളരെ നൂൽക്കമ്പിയേക്കാളും ശക്തമാണ് ഈ കുതിരവാൽ. അതേൽ എന്ത് ചെയ്യും? കട്ടികൾ, മുള്ളുകമ്പികൾ, അതുപോലെ എല്ലിൻ കഷണങ്ങൾ, ചൂണ്ടകൾ, ഇതെല്ലാം ഇതേ കോർക്കും. അതായത് ഒരു തവണ ചമ്മട്ടി അടിക്കുമ്പോൾ തന്നെ ഈ ചമ്മട്ടി വന്ന ചുറ്റിയാണ് ശരീരത്തിലേക്ക് കയറുന്നത്. ചൂണ്ട പോലത്തെ ഇങ്ങനെ മൂർച്ചയുള്ള കൂർത്ത മുനയുള്ള
ഇങ്ങ് വന്ന് ചുറ്റി ശരീരത്തിലേക്ക് കയറും. എന്നിട്ട് അത് തിരിച്ചു വലിക്കുമ്പോൾ എന്ത് സംഭവിക്കും? ആ ഭാഗം മുഴുവനും കീറിക്കൊണ്ട് പോകും. നമ്മുടെ ശരീരത്തിൽ ഒരു മുള്ളു കൊണ്ടു കഴിഞ്ഞാൽ മുള്ളിങ്ങോട്ട് വലിച്ചാൽ എന്ത് സംഭവിക്കും? അവിടെ മുഴുവൻ കീറും. സമാനമായ രീതിയിൽ അങ്ങനെ ചമ്മട്ടി അടിക്കുക എന്ന് പറഞ്ഞാൽ 40 തവണയാണ്. 40-ൽ ഒന്ന് കൂടാതിരിക്കാൻ വേണ്ടി അവർ 39 തവണ അടിച്ച് നിർത്തുമായിരുന്നു. അതായത് 40 തവണ അടിക്കുമ്പോൾ, ഇതേക്കുറിച്ച് പഠനം നടത്തിയിട്ടുള്ളവർ പറയുന്നത് ഒരു ചമ്മട്ടിക്ക് തന്നെ ഏകദേശം 200-നും 300-നും ഇടയിൽ മുറിവുകൾ ഏൽപ്പിക്കാൻ കഴിയുമായിരുന്നു, അല്ലേ? അങ്ങനെ 40 തവണ അടിക്കുക എന്ന് പറയുമ്പോൾ അതിൻ്റെ ഭീകരത നിങ്ങൾക്ക് ഊഹിക്കാവുന്നു. ഒരു 10,000 മുറിവുകളെങ്കിലും ഈശോയുടെ ശരീരത്തിൽ ഈ ചമ്മട്ടി അടിയിലൂടെ ഏറ്റിരുന്നു. അത്രയും മുറിവേറ്റ ഒരു ശരീരം കാഴ്ചയിൽ ഭീഭത്സമായി തോന്നുന്നു എന്ന് പറയുന്നത് നമുക്ക് ന്യായമായും ഊഹിക്കാവുന്ന വിഷയം. അതുകൊണ്ട് ഈശോയുടെ സഹനത്തിൻ്റെ ആ ഒരു ഭീകരതയെ നാം ഒരിക്കലും നിസ്സാരമായി കരുതാൻ പാടില്ല. ശരിക്കും അത് ഭീകരമായ ഒരു ഹൊറിബിൾ സഫറിങ് ആയിരുന്നു, ഒരു സംശയവുമില്ല. പക്ഷേ ഈശോ സഹനത്തിൻ്റെ നിമിഷങ്ങളിൽ ഈശോ ഭീകരനെ പോലെ കാണപ്പെടേണ്ട കാര്യമൊന്നുമില്ലത്, അല്ലേ? വിശുദ്ധാത്മാക്കളുടെ ദർശനത്തിൽ പറയുന്നത് സഹനത്തിൻ്റെ തീച്ചൂളയിൽ എരിഞ്ഞപ്പോഴും ദൈവപുത്രൻ്റെ തിരുമുഖം സുന്ദരമായിരുന്നുവെന്നും അത് പ്രകാശപൂരിതമായിരുന്നുവെന്നും മനുഷ്യകുലത്തോടുള്ള സ്നേഹം കൊണ്ട് ജ്വലിക്കുന്നതായിരുന്നു എന്നുമൊക്കെയുള്ള വിശുദ്ധരുടെ സാക്ഷ്യങ്ങളെ ഇഷ്ടപ്പെടാനാണ് എനിക്ക് കൂടുതൽ താല്പര്യം. അതുകൊണ്ട് ഈശോ മിശിഹ അങ്ങേയറ്റം പീഡിപ്പിക്കപ്പെട്ടു, സഹിച്ചു എന്ന് പറയുമ്പോൾ തന്നെ ഈശോയുടെ തിരുമുഖത്തെ ഇത്രയും ഭീകരമാക്കേണ്ട കാര്യമില്ല എന്ന നിങ്ങളുടെ ആശങ്കയെ ഞാനും പങ്കുവയ്ക്കും. ഇനി ആരാണ് ചോദിക്കുന്നത്? ജോസാർ തന്നെ. ജോസാർ ചോദിക്കൂ. ഞാൻ അടുത്തായിട്ട് ചോദിക്കുന്നത്, ഈ സുവിശേഷം 27-ാം അധ്യായം, സുവിശേഷം 27-ാം അധ്യായത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്, യേശു മരിച്ചു കഴിഞ്ഞ ഉടനെ തന്നെ കല്ലറകൾ തുറക്കപ്പെടുകയും നിദ്ര പ്രാപിച്ച പല വിശുദ്ധരുടെയും ശരീരങ്ങൾ ഉയർപ്പിക്കപ്പെടുകയും അവർ ജെറുസലേമിൽ എന്ന് പറഞ്ഞാൽ വിശുദ്ധ നഗരത്തിൽ പലർക്കും കാണപ്പെടുകയും ചെയ്തു എന്നാണ്. അപ്പോൾ ഇപ്രകാരം സംഭവിക്കാൻ ഇടയായി തീർന്നിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ തന്നെ ഈ ആത്മാക്കളുടെ അവസ്ഥ പിന്നീട് എന്താണ്? യേശുവിനോടൊപ്പം അവരും സ്വർഗത്തിലേക്ക് പോവുകയാണോ ചെയ്തത്? കുറച്ച് പേര് മാത്രം എന്തുകൊണ്ടാണ് ഇങ്ങനെ ഉയർപ്പിക്കപ്പെടാൻ ഇടയായി തീർന്നതെന്ന്? പുതിയ നിയമ വ്യാഖ്യാനത്തിൽ വളരെ സങ്കീർണത ഉളവാക്കുന്ന ഒരു വിഷയമാണ്. ഈശോ മരിച്ച സമയത്ത് പല പ്രാപഞ്ചിക പ്രതിഭാസങ്ങളും ഉണ്ടായി. എന്തൊക്കെ സംഭവിച്ചു? ഭൂകമ്പം ഉണ്ടായി, ഇടിമുഴക്കം ഉണ്ടായി, മരിച്ചവർ, അതിൻ്റെ ഇടയ്ക്ക് കുറേ മരിച്ചവർ എടുത്തിയാടി എഴുന്നേറ്റ് പോയെന്നാണ്. ഇത് നമുക്ക് ഉൾക്കൊള്ളാൻ വളരെ ബുദ്ധിമുട്ടുള്ളൊരു വിഷയമാണ്. അവർ വിശുദ്ധ നഗരത്തിൽ പോയി പ്രത്യക്ഷപ്പെട്ടെന്നുകൂടെ പറഞ്ഞു, ഇല്ലേ? എന്തായിരിക്കും ഇവിടെ സംഭവിച്ചത്? വിശുദ്ധ മത്തായി വളരെ ബുദ്ധിപൂർവം ഒരു സത്യം വെളിപ്പെടുത്തുകയാണ്. ഈശോയുടെ കുരിശ് മരണം ലോകത്തിൻ്റെ മുഴുവനും രക്ഷയ്ക്ക് കാരണമാണ്. ആ കുരിശ് മരണം തന്നെയാണ് ഈശോയ്ക്ക് മുമ്പ് മരിച്ച വിശുദ്ധരുടെ, നീതിമാന്മാരുടെ രക്ഷയ്ക്ക് നിമിത്തമാകുന്നു, ഇല്ലേ? അവരെ രക്ഷിക്കാൻ വേറെ ഒരു വഴിയുമില്ല. അബ്രാഹത്തെ രക്ഷിക്കാൻ, മോശയെ രക്ഷിക്കാൻ, യോസഫിനെ രക്ഷിക്കാൻ, അല്ലെ പഴയ നിയമത്തിലെ പൂർവ്വപിതാക്കന്മാരോ പൂർവികരോ ആയ ആരെയും രക്ഷിക്കാൻ വേറൊരു വഴിയില്ല. എല്ലാവർക്കും രക്ഷയ്ക്കുള്ള വഴി ഏതേ ഉള്ളൂ? ഈശോയുടെ കുരിശ് മരണം, അല്ലേ? അപ്പം ആ കുരിശ് മരണത്തിൻ്റെ ഫലം അന്ന് ജീവിച്ചിരുന്നവർക്കും പിന്നീട് ജീവിക്കാനിരിക്കുന്നവർക്കും മാത്രമല്ല, ഈശോയ്ക്ക് മുമ്പ് മരിച്ചവർക്കും ലഭ്യമായി എന്ന് കാണിക്കാൻ വേണ്ടിയാണ് കല്ലറയിലുള്ളവർ അവൻ്റെ മരണത്തിലൂടെ ജീവനുണ്ടായി, അവൻ്റെ മരണത്തിലൂടെ നാം എല്ലാവരും ജീവനുള്ളവരാകണം എന്ന ദൈവീക പദ്ധതിയുടെ ഒരു ദൃശ്യാവിഷ്കാരമായിട്ട് ആ വചനത്തെ മനസ്സിലാക്കുന്നതാണ് ശരി. അവർ വിശുദ്ധ നഗരത്തിൽ പലർക്കും പ്രത്യക്ഷപ്പെട്ടു എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് അവർ സ്വർഗപ്രവേശനത്തിന് യോഗ്യരായി തീർന്നു എന്നാണ്. പക്ഷെ നമ്മുടെ ഇന്നത്തെ ഈ എപ്പിസോഡിൻ്റെ സമയം ഇവിടെ ഏതാണ്ട് പൂർണ്ണമാവുകയാണ്. നിങ്ങൾ വളരെ നല്ല ചോദ്യങ്ങൾ ചോദിച്ച്
താല്പര്യപൂർവ്വം നിൽക്കുന്ന ഒരു സമയമാണ്. ഇനി ഒട്ടേറെ ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട് അല്ലേ? നിങ്ങളുടെ മനസ്സിലുണ്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ടെന്നറിയാം. അടുത്ത എപ്പിസോഡിൽ നമുക്ക് അച്ഛനോട് തീർച്ചയായും ഈ ചോദ്യങ്ങൾ ചോദിക്കാവുന്നതാണ്. സി കാറ്റിൻ്റെ ഈ എപ്പിസോഡിൽ നമ്മോടൊപ്പം ഈ ക്ലാസ് നയിച്ച, നമ്മുടെ സംശയങ്ങൾക്ക് കൃത്യമായി ഉത്തരം നൽകിയ ഏറ്റവും പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട പാമ്പ്ലാനി അച്ഛന് ഷാലോം ടിവിയുടെ എല്ലാ പ്രേക്ഷകരുടെയും പേരിലുള്ള ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. ഇന്നത്തെ ഈ ചർച്ചയിൽ പങ്കെടുത്തത് കാസർഗോഡ് ജില്ലയിലെ മാലോം, പറമ്പ എന്നീ സൺഡേ സ്കൂളിലെ അധ്യാപകരാണ്. നിങ്ങൾക്കും സ്നേഹപൂർവ്വം നന്ദി അറിയിക്കുന്നു. ഈശോയുടെ പീഡാനുഭവത്തെക്കുറിച്ചുള്ള ഈ ചർച്ചകളിൽ പ്രേക്ഷകരായി നിങ്ങളും വളരെ താല്പര്യപൂർവ്വം പങ്കെടുത്തു എന്ന് വിചാരിക്കുകയാണ്. ഇതേക്കുറിച്ചുള്ള നിങ്ങളുടെ സംശയങ്ങൾ തീർച്ചയായും ഷാലോമിലേക്ക് എഴുതി അറിയിക്കുമല്ലോ. എഴുതേണ്ട വിലാസം: ടു ദ പ്രൊഡ്യൂസർ, സി കാറ്റ്, ഷാലോം ടെലിവിഷൻ, പെരുവണ്ണാമൂഴി PO, കോഴിക്കോട്. പിൻകോഡ് 673528. ഈ വിഷയത്തെക്കുറിച്ചുള്ള തുടർ ചർച്ചകളുമായി മറ്റൊരു എപ്പിസോഡിൽ നമ്മൾ കണ്ടുമുട്ടുന്നതായിരിക്കും. അതുവരെയും പ്രാർത്ഥനാപൂർവ്വം നമുക്ക് കാത്തിരിക്കാം. നന്ദി.